അയത്തുള്ള അലി ഖമേനിയെ വധിക്കാൻ ശ്രമിച്ചതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി. വധിക്കാൻ സാഹചര്യം ഒരുങ്ങിയില്ലെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. ആക്രമണത്തിന് ശേഷം ഇറാൻ ഒന്നും നേടിയില്ലെന്ന് അലി ഖമേനി ഇന്നലെ പറഞ്ഞിരുന്നു. ആണവശേഖരം ഇറാൻ കടത്തിയെന്ന തരത്തിലുള്ള പ്രചാരണവും അമേരിക്ക നിഷേധിച്ചു. ഇറാനെതിരെ ശക്തമായ ആക്രമണം നടക്കുന്ന വേളയിലാണ് ഖമേനി ഒളിവിൽ പോയത്. ഒളിയിടം കണ്ടെത്തി ഖമേനിയെ വധിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നതായാണ് ഇസ്രായേൽ ഖാട്സ് വ്യക്തമാക്കിയത്. വൻതോതിൽ ഖമേനിക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ലെന്നും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഖാട്സ് അറിയിച്ചു. വധിക്കാനുള്ള നീക്കം ഖമേനി തിരിച്ചറിഞ്ഞിരുന്നു. തുടർന്നാണ് അതീവ രഹസ്യത്താവളത്തിലേക്ക് അദ്ദേഹം മാറിയതെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. അമേരിക്ക ആക്രമണത്തിൽ നിന്നും ഒന്നും നേടിയില്ലെന്നും ഇന്നലെ ഖമേനി പറഞ്ഞിരുന്നു. ഇറാനുമേൽ വ്യോമാധിപത്യം സ്ഥാപിക്കുകയും ആണവശേഷി തകർക്കുകയുമായിരുന്നു ഇസ്രയേലിന്റെ പ്രധാന ലക്ഷ്യം. അമേരിക്ക യുദ്ധത്തിനിറങ്ങുമെന്ന് അറിയുമായിരുന്നെങ്കിൽ ആക്രമണത്തിന് മുതിരില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ആണവശേഖരം ഇറാൻ കടത്തിയെന്ന തരത്തിലുള്ള പ്രചരണം അമേരിക്ക നിഷേധിച്ചു. So I'm not aware of any intelligence that I've reviewed that says things were not where they were supposed to be. ആണവ കേന്ദ്രങ്ങൾക്ക് വലിയ തോതിൽ നാശം സംഭവിച്ചതായും അമേരിക്ക അറിയിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.